ഹായ്, നിങ്ങളൊരു മോഡലിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളാണ്. പക്ഷേ നിങ്ങൾക്ക് അത് എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മോഡലിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള 5 ടിപ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം അറിയേണ്ടത് നിങ്ങൾ ഏത് ടൈപ്പ് മോഡലിംഗ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് കുറിച്ചാണ്. നിങ്ങൾ ഹൈ ഫാഷൻ മോഡലിംഗ് ആണോ, കൊമേഴ്ഷ്യൽ മോഡലിംഗ് ആണോ, ഫിറ്റ്നസ് മോഡലിംഗ് ആണോ, പ്ലസ് സൈസ് മോഡലിംഗ് ആണോ, ഏത് തരത്തിലുള്ള മോഡലിംഗ് ആണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് വേണ്ടത് ഒരു പ്രൊഫഷണൽ ഫാഷൻ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ കാസ്റ്റിംഗ് ഡയറക്ടറെ, മോഡലിംഗ് ഏജൻസിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ പോർട്ട്ഫോളിയോ ആയിരിക്കണം അയച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ റാൻഡം നോർമൽ പിക്ചേഴ്സ് അയച്ചു കൊടുക്കുന്നതിന് പകരം ഒരു പ്രൊഫഷണൽ പോർട്ട്ഫോളിയോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ല മോഡലിംഗ് ഏജൻസിയെ കണ്ടുപിടിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് തീർച്ചയായും നിങ്ങൾ അവർക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള മോഡൽസിൻ്റെ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അവരുടെ ഫോട്ടോസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക നമ്മളുടെ പോർട്ട്ഫോളിയോ ആയിട്ട്. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളൊരു മോഡലിംഗ് ഏജൻസിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞു, പക്ഷേ അവർ നിങ്ങളോട് പേയ്മെൻറ്റ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് പേ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഒരിക്കലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള മോഡലിംഗ് ഏജൻസി മോഡൽസിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ആവശ്യപ്പെടില്ല. നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിൽ മോഡലിങ്ങിന് യാതൊരു സാധ്യതയും ഇല്ലെങ്കിൽ മോഡലിംഗ് സാധ്യതയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു എസ്റ്റാബ്ലിഷ് മോഡൽ ആവുന്നവരെയെങ്കിലും. അഞ്ചാമത്തെ കാര്യം മാക്സിമം നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെക്കുക. ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ, കൊറിയോഗ്രാഫേഴ്സിൻ്റെ, പ്രൊഡക്ഷൻ കമ്പനികളുടെ, മോഡലിംഗ് ഏജൻസികളുടെ എല്ലാം കോണ്ടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സി യു.